പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, നല്ല കിഡിലനൊരു പുഡിങ് ആയാലോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു കവർ പാലിലാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അരക്കവർ പാല് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് റോസ് മിക്സിൻ്റെ എസൻസ് ഉണ്ടല്ലോ, അതൊരു 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു കളറ് വരുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ച് വരുമ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതൊരു പാത്രത്തിലേക്കായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ ഒരു 2 സ്പൂൺ നമ്മുടെ കസ്റ്റർഡ് പൗഡറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. നല്ല കുറുകി വരുമ്പോൾ നമുക്ക് അതും മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അസംബിൾ ചെയ്തെടുക്കാം. സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റോസ് മിക്സിലേക്ക് നന്നായിട്ട് കുതിർത്തെടുക്കണം. നല്ല രീതിയിൽ ഈ ഒരു ബ്രെഡ് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഈ ഒരു ഗ്രേവി എത്തുന്ന രീതിയിലാക്കി കൊടുക്കുക. ഓരോ പീസും നമ്മൾ ട്രെയിലാണ് റെഡിയാക്കുന്നതെങ്കിൽ ഓരോന്നും എടുത്ത് ട്രെയിലേക്ക് വെച്ചാലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഗ്ലാസ്സിലായിട്ടാണ് റെഡിയാക്കുന്നത്. അടുത്ത ലെയറായിട്ട് നമുക്ക് കസ്റ്റർഡിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ലൈറ്റ് റോസും ആ ഒരു മഞ്ഞ കളറും കൂടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഞാനും ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കുറച്ച് ഏത് ഫ്രൂട്ട്സാണോ ഇഷ്ടം അത് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആപ്പിള്, ഏത്തപ്പഴം, ഈത്തപ്പഴം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ അത് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമ്മൾ ബ്രെഡ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പുഡിംഗ് എന്നൊക്കെ പറയാം കേട്ടോ വേണമെങ്കിൽ. കാരണം അത്ര അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. മുകളിലേക്ക് നമുക്ക് വേണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു അല്പം കസ്റ്റർഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഉണക്ക മുന്തിരിയും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് സെറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റിയാണ്. ആ ഒരു റോസ് മിൽക്കിൻ്റെതും കസ്റ്റർഡും ഫ്രൂട്ട്സും ഒക്കെ കൂടി വരുമ്പോഴത്തേക്കിനും നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറ.